നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബോംബ് നിർമ്മാണ സംഘവുമായി തനിക്കും പാർട്ടിക്കും ബന്ധമില്ലെന്നാണ് കെ ശൈലജയുടെ വാദം. ബന്ധം CPM-നേക്കാൾ മറ്റു പലരുമായും ഉണ്ട്. പാനൂർ സ്ഫോടന കേസിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്ത് വരികയാണ് CPM. സ്ഫോടനമുണ്ടായ ബോംബ് നിർമ്മാണ സംഘവുമായി പാർട്ടിക്കും തനിക്കും ബന്ധമില്ലെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജ പറയുന്നു. ബോംബ് നിർമ്മാണ സംഘവുമായി CPM-ന് പങ്കുണ്ടെന്ന് ആരോപിച്ച് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തന്നെ രംഗത്തെത്തിയിരുന്നു. ബോംബ് നിർമ്മാണ സംഘത്തിലുള്ളവർക്ക് CPM-നേക്കാൾ ബന്ധം മറ്റു പലരുമായാണെന്നും കെ ശൈലജ പറയുന്നു. അത് എന്തെന്ന് താൻ ഇപ്പോൾ പറയുന്നില്ലെന്നും ശൈലജ കൂട്ടിച്ചേർത്തു. UDF-ന് മറ്റൊന്നും പറയാനില്ലാത്തതിനാലാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉന്നയിക്കുന്നതെന്നും കെ ശൈലജ ആരോപിച്ചു. പാനൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട സംഘാംഗത്തിനൊപ്പമുള്ള ചിത്രം പ്രചരിപ്പിക്കുന്നതിലും ശൈലജ പ്രതികരിച്ചു. പല പരിപാടിക്ക് പോകുമ്പോൾ പലരും ഫോട്ടോ എടുക്കാറുണ്ടെന്നും ഫോട്ടോ എടുക്കാൻ വന്നവരുടെ പശ്ചാത്തലം നോക്കാറില്ലെന്നും ശൈലജ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തിനാണ് ബോംബ് തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി CPM ഉപയോഗിക്കുന്നതെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഷാഫി പറമ്പിലിന്റെ ആരോപണം. എന്ത് കാര്യത്തിനാണ് ബോംബ് ഉണ്ടാക്കിയതെന്ന് CPM വ്യക്തമാക്കണമെന്നും ഷാഫി ആവശ്യപ്പെട്ടിരുന്നു. പുരോഗമനം പ്രസംഗിക്കുമ്പോഴും CPM വാളും ബോംബും ഉപയോഗിക്കുന്നുവെന്ന് തെളിയിക്കുന്ന സംഭവമാണ് പാനൂരിലുണ്ടായത്. സ്ഥാനാർത്ഥിയോട് ചേർന്ന് നിൽക്കാൻ പാനൂർ കേസിലെ പ്രതികൾക്ക് എങ്ങനെ സാധിച്ചുവെന്നും ഷാഫി പറമ്പിൽ ചോദിക്കുന്നു. അതേസമയം ഷാഫി പറമ്പിലിന്റെ വാർത്താ സമ്മേളനത്തിനെതിരെ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. ഷാഫിയുടെ പത്രസമ്മേളനം ഭയം പരത്തുന്നതാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഉചിതമല്ലെന്നും ഭിന്നിപ്പിച്ച് വോട്ടുണ്ടാക്കാനാണ് ശ്രമമെന്നും TP രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്. പണ്ടു തൊട്ടേ ആരെങ്കിലും ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരുമായുള്ള ബന്ധമൊക്കെ CPM അങ്ങ് നിരാകരിക്കും. നമുക്കറിയുന്ന കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസ്. ആ കേസിൽ പോലും സ്വപ്നയെ അറിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ സ്വപ്നയ്ക്ക് അറിയാമെന്നുമൊക്കെ പിന്നീട് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എല്ലായ്പ്പോഴും CPM പുലർത്തുന്ന ഒരു നയമാണിത്. ആരെങ്കിലും ഏതെങ്കിലും കൃത്യമായ സ്ഥാനത്തുണ്ടെങ്കിൽ, ഇനി കൃത്യമായ ഏതെങ്കിലും അംഗങ്ങളാണ് അല്ലെങ്കിൽ കൃത്യമായ ഏതെങ്കിലും തരത്തിൽ അവർ ഏതെങ്കിലും ഭരണസ്ഥാനത്തിരിക്കുന്നവരാണ്, പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഉടനെ അവരെ അങ്ങ് പുറത്താക്കും. എന്നിട്ട് പറയും ഇവരെ ഞങ്ങൾ നേരത്തെ പുറത്താക്കിയതാണ്, ഇപ്പോഴെല്ലാം ഇതിന് മുമ്പേ പുറത്താക്കിയതാണെന്ന് പറയും. ഏതായാലും ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പല ചിത്രങ്ങളും കെ ശൈലജയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇന്നലെ BJP-യുടെ പ്രഭാരി കൂടിയായ പ്രകാശ് ജാവദേക്കറും പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വിശദീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഒരു ബന്ധവുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചില ചിത്രങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അതും ചർച്ചാ വിഷയമാകുകയാണ്.